ഹേ മച്ചാന്മാർ, അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്നത് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് 3Dയിലെ GTA 5 മോഡിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നിങ്ങളുടെ ഗെയിമിലേക്ക് എപ്പോഴാണ് ഇത് കിട്ടുന്നതും ഒക്കെ ഇന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് DJ പിക്കപ്പ് വാനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. DJ പിക്കപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, ഇതിൻ്റെ ജിപ്പ് കോഡും കാര്യങ്ങൾ എന്താണെന്ന് ഇന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് റൈഡിങ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഈ റൈഡിങ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കിട്ടുന്നതെന്നും കൂടെ ഞാൻ പറഞ്ഞു തരുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. എന്നാലും നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽസും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എപ്പോഴാണ് കിട്ടുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് എത്തുന്നതെന്ന് കാര്യങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മറ്റേ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അവർ ഇതുവരെ ഈ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ അറിയിക്കേണ്ടതാണ് അവരെയും കൂടെ. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ മറ്റേ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ഇന്ത്യൻ ബൈക്ക് 3D ഗെയിമിൻ്റെ അകത്തോട്ട് തന്നെ നമ്മുടെ GTA 5 മോഡും കാര്യങ്ങളുടെ അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്. ഈ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ്. നമ്മുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് മന്ത് ആയിരിക്കും വരാൻ പോകുന്നത്. നെക്സ്റ്റ് മന്ത് തുടക്കത്തിൽ തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടാൻ പോകുന്നുണ്ട്. കാരണം ഒത്തിരി പേര് കമൻറ്റ് ചെയ്ത് ഞാൻ കണ്ടായിരുന്നു. ഇഷ്ടംപോലെ പേര് എല്ലാ വീഡിയോസിനകത്ത് GTA 5 മോഡ് വേണം എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തുകൊണ്ടിട്ടെ. അങ്ങനെ നമ്മുടെ ഗെയിമിനകത്തോട്ട് പുതിയ GTA 5 മോഡും കാര്യങ്ങളൊക്കെ ആഡ് ആക്കാൻ പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് മന്ത് വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഇൻഫർമേഷൻ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടിയപ്പോൾ തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി തന്നെ വന്നതായിരുന്നു. അപ്പം ഇത് ഞാൻ വാട്സപ്പ് ചാനലിൽ ഇടാത്തതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ വീഡിയോ ആയിട്ട് തന്നെ അറിയിക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ ആകുമ്പോൾ എല്ലാവരും കാണുന്നതായിരിക്കും. വാട്സപ്പ് ചാനൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ, അതിലും കൂടുതൽ ആൾക്കാരായിരിക്കും വീഡിയോ കാണാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് തന്നെ ആദ്യം അറിയിച്ചതിന് ശേഷം അതിൻ്റെ തുറ അറിയിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് മന്ത് നമ്മുടെ പുതിയൊരു അപ്ഡേറ്റും കാര്യങ്ങൾ വരുന്നറിയാം. ആ അപ്ഡേറ്റിനകത്തോട്ട് നമുക്ക് കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും കൂടെ ആഡാക്കുന്നുണ്ട്. നമുക്ക് ഈ GTA 5 ഇപ്പോൾ മാപ്പും നമ്മുടെ ഫ്രാങ്കിളിൻ്റെ വീടും അതുപോലെ തന്നെ കാറും മാത്രമേ ഉള്ളൂ നമുക്കിപ്പോൾ വന്നേക്കുന്നത്. ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റ്സിൻ്റെ അകത്തോട്ട് നമുക്ക് ഇതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ഐറ്റംസ് കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മുടെ NPC പ്ലെയറും കാര്യങ്ങളൊക്കെ ആഡാക്കാൻ പോകുന്നുണ്ട്. അതുപോലെ വേറെ കുറച്ച് കാർസും കാര്യങ്ങളും കൂടെ ആഡാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാപ്പ് വരുമോ ഇല്ലയോ നമുക്കൊരു ഡൗട്ടാണ്. മാപ്പിൻ്റെ കാര്യത്തിൽ കൺഫേം ആക്കിയിട്ടില്ല ഇതുവരെ നമ്മുടെ ഡെവലപ്പറും കാര്യങ്ങളൊക്കെ. എന്തായാലും അതിനനുസരിച്ചിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. നമുക്കൊരു ചെറിയ ലീക്സും കാര്യങ്ങളും കിട്ടിയാൽ നമ്മുടെ ഡെവലപ്പറിൽ നിന്ന്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് മന്തായിരിക്കും നമുക്ക് ഇതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളും കിട്ടാൻ പോകുന്നത്. അപ്പോൾ എത്ര പേർക്ക് ഒരു ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ ഡൗട്ട്സ് വലിയ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നലെ കുറേ പേരോട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് നമ്മളോട് കമൻറ്റ് ചെയ്ത് ഇന്നലെ മാത്രമല്ല 2-3 ദിവസമായിട്ട് നമുക്ക് കുറേ കമൻറ്റ്സ് ഇടുന്ന GTA 5 വേണമെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ടാണ്. അങ്ങനെയാണ് നമ്മൾ ഡെവലപ്പറിനോട് സംസാരിച്ച് തന്നെ ഡെവലപ്പർ പറഞ്ഞ് നമുക്ക് ഈ ഗെയിമിന് വലിയൊരു അപ്ഡേറ്റ് കൊണ്ടുവരുമ്പം അതിൻ്റെ അടുത്തൊരു ഈ സാധനം കൊണ്ടുവരാമെന്ന് പറഞ്ഞത്. കാരണം ലിങ്ക് വഴിയായിട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പം കാരണം വലിയൊരു ബിഗ് ഫയലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് പാടായിരിക്കും നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡെവലപ്പറും കാര്യങ്ങളും ചിന്തിച്ചിട്ട് ഒരു ഐഡിയ കണ്ടുപിടിച്ചതാണ്. നമുക്കൊരു ബിഗ് അപ്ഡേറ്റ് കൊണ്ടുവരുമ്പോഴത്തേക്ക് മേജർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഡെവലപ്പറും കാര്യങ്ങളും സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ മേ ബി നമുക്ക് ഒന്നെങ്കിൽ ലിങ്കായിട്ടല്ലായിരിക്കും കിട്ടുന്നത്. നമുക്കാണെങ്കിൽ ഫോണിൻ്റെ അകത്ത് നമുക്ക് ചാലഞ്ച് മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കാര്യങ്ങളില്ല. അതിൻ്റെ അകത്തോട്ടായിരിക്കും നമ്മുടെ GTA 5 മോഡും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ആയിരിക്കും ഇപ്പം ഉദ്ദേശിക്കാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് രീതി വേണോ നിങ്ങൾക്കൊന്ന് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിപ്പം ചാലഞ്ച് മോഡിനകത്ത് ആഡ് ചെയ്യണോ അതോ നിങ്ങൾക്ക് ലിങ്കായിട്ട് മതിയോ എന്നും നിങ്ങൾ ജസ്റ്റ് ആ കമൻറ്റ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ആ രീതിയിൽ മെത്തേഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണമെങ്കിൽ ഡെവലപ്പറിനോട് സംസാരിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇതെൻ്റെ ഒരു ഐഡിയ കാര്യങ്ങളൊക്കെയാണ്. ചിലപ്പോൾ മേജർ അപ്ഡേറ്റ് വരുമ്പോൾ സാധാരണ മേജർ അപ്ഡേറ്റ് വരുമ്പോൾ സമയത്തൊക്കെ നമുക്ക് ഗെയിമിൻ്റെ അകത്തായിരിക്കും എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തായാലും ഇതും ഗെയിമിൻ്റെ അകത്തോട്ടായിരിക്കും നമുക്ക് കൊണ്ടുവരാൻ ചാൻസ് കൂടുതലെന്ന് നമ്മൾ വിചാരിച്ചിട്ടാണ് നമ്മൾ നിങ്ങളോട് സംസാരിച്ച് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ നിങ്ങൾക്കൊന്ന് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സൈറ്റിൽ കൂടെ എടുക്കുന്നതാണ് ഇഷ്ടമെന്നും കൂടി അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതായിരുന്നു. ഡെവലപ്പറോട് സംസാരിച്ചിട്ട് അങ്ങനെ തന്നെയാണ് വരുന്നത് കൺഫേം ചെയ്തിട്ട് നമ്മൾ അതിനെപ്പറ്റി നെക്സ്റ്റ് വീഡിയോ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് അതിനുള്ള കാര്യം പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ DJ പിക്കപ്പും കാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ പിക്കപ്പ് കാറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യണം. കാരണം ഒരു വെറൈറ്റി രീതി പോലെയുണ്ട് ഒരു പിക്കപ്പ് DJ കാര്യങ്ങളൊക്കെ. നമ്മുടെ DJ ട്രാക്ടറും കാര്യങ്ങളുടെ കൂട്ട് തന്നെയാണ് ഇതും. ഒരു പിക്കപ്പ് DJ കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി ഈ DJ പിക്കപ്പ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ DJ പിക്കപ്പ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജസ്റ്റ് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ ജസ്റ്റ് മോഡലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഇതപ്പം നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ആലോചന കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വണ്ടി കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് കൊണ്ടുവരണം എന്ന് നിങ്ങൾക്ക് ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഒരു ത്രില്ലിങ് അടിപൊളിയായിട്ടൊക്കെ സാധനങ്ങളുണ്ട്. പക്ഷേ ഇതിനകത്ത് കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നാണ്
നമ്മളൊന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അതും നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങൾ നമുക്ക് ഗെയിമിൻ്റെ തന്നെയാണ് കിട്ടുന്നത്. അതാണ് ഗെയിമിൻ്റെ അകത്തോട്ട് അപ്ഡേറ്റ് കാര്യങ്ങൾ വരുമ്പോൾ കൊണ്ടുവരാൻ വേണ്ടി ആലോചിക്കുന്നത്. കാരണം ചിപ്പ് കോഡ് അടിച്ചാണ് നമുക്ക് ഓരോ ഐറ്റംസും കാര്യങ്ങൾ നമുക്ക് മേജർ അപ്ഡേറ്റ് വരുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്നത്. നമ്മുടെ ലംബോർഗിനി ഉർസു കാര്യങ്ങളൊക്കെ നമുക്ക് മേജർ അപ്ഡേറ്റ് വന്നപ്പോഴാണ് നമുക്ക് ഈ ലംബോർഗിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങൾ അടിച്ച് കിട്ടിയത്. അതുപോലെ തന്നെ നമുക്ക് DJ വാനും കാര്യങ്ങൾ കിട്ടുന്നത്, DJ പിക്കപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അത് DJ പിക്കപ്പ് കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരാണ് ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇതുവരെ വന്ന ചിപ്പ് കോഡും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഇവിടെ ഡയൽ ചെയ്ത് എടുക്കുന്നുണ്ട് ഓരോരോ ഐറ്റംസും കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾക്ക് ഈ ഡയൽ ചെയ്തതിൽ ഏതൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് സന്തോഷം കാര്യങ്ങളൊക്കെ ആയിരിക്കും കിട്ടുന്നത് കാണുമ്പോഴൊക്കെ. അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ ചീപ്പ് കോഡ് വെച്ച് വിളിക്കുന്ന ഓരോ ഐറ്റംസിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഐറ്റംസ് കാര്യങ്ങൾ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ അത് വെച്ചിട്ടുള്ള റിലേറ്റബിൾ ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇനി ഇതിനകത്ത് വെച്ചിട്ട് ചീപ്പ് കോഡ് വെച്ചിട്ട് വേറെ കുറേ ഐറ്റംസ് കാര്യങ്ങൾ കൊണ്ടുവരണമെന്ന് കുറേ പേർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പം അത് ഏതൊക്കെയാണെന്നും കൂടെ ഒന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഡെവലപ്പറോട് സംസാരിക്കാൻ പറ്റുന്നതായിരിക്കും. ചിലപ്പോൾ ഡെവലപ്പർ നമുക്ക് സർപ്രൈസ് ആയിട്ട് അതുവല്ലം കൊണ്ടുവന്നാലോ അത് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ DJ പിക്കപ്പ് കാര്യങ്ങളൊക്കെ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് വേണമെന്നൊക്കെ ഉള്ളവർ ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. കമൻറ്റ് അനുസരിച്ച് ഡിമാൻഡ് കാര്യങ്ങൾ കൂടുന്നതനുസരിച്ചായിരിക്കും കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ GTA 5 സിറ്റി കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പുതിയൊരു അപ്ഡേറ്റിനകത്ത് മേജർ അപ്ഡേറ്റിനകത്തോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മേജർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് മന്ത് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഡേറ്റും കാര്യങ്ങളൊന്നും ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. നമുക്ക് എന്തെല്ലാം ഡേറ്റും കാര്യം റിവീൽ ചെയ്യുന്ന ടൈം നമ്മൾ അറിയിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും ഡേറ്റും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ DJ പിക്കപ്പും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് ഈ GTA 5 സിറ്റിയുടെ കൂടെ തന്നെ കൊണ്ടുവരണം എന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുകൂടെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അതും കൂടെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അതും കൂടെ ട്രൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ വർക്ക് എന്തായാലും ഫുള്ളായിട്ട് ഫിക്സ് ആകുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതിലൊക്കെ അതിൻ്റെ മോഡലും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും നമുക്ക് കിട്ടിയൊരു ജസ്റ്റ് ഈ ഹിൻറ്റും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. നമ്മൾ DJ പിക്കപ്പ് വാനും കാര്യങ്ങളും വരുന്നുണ്ട്. പിക്കപ്പ് വാനല്ല, പിക്കപ്പ് കാറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്കിപ്പോൾ അറിയാൻ പറ്റിയത്. അപ്പം എന്തായാലും ഇതിനകത്ത് കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഫീച്ചേഴ്സ് കാര്യങ്ങളും വേറൊന്നുമില്ല, നമുക്ക് DJ ആയതുകൊണ്ട് എന്തായാലും പാട്ട് വല്ല ആഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഡെവലപ്പറിനോട് സംസാരിച്ചായിരുന്നു. അപ്പോൾ ഡെവലപ്പർ കുറച്ച് പാടാണ്, ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്താണ് ഈ പാട്ടും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ടും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് വണ്ടി കാര്യങ്ങളൊക്കെ റൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ഒരു ഫീച്ചർ കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾക്ക് വല്ലതും ഐഡിയ വല്ലതും ഉണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. നമ്മളെ കമൻറ്റ് അനുസരിച്ച് നമുക്കത് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് കാര്യങ്ങൾ ഇതുവരെ ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. കമൻറ്റ് അനുസരിച്ച് നമുക്കത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഡെവലപ്പറോട് സംസാരിച്ച് അത് കൊണ്ടുവരാൻ പറ്റുമോ ഇല്ല നമ്മൾ നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പുതിയൊരു ഫീച്ചർ കാര്യമാണ് നമ്മുടെ കുതിരയുടെ മണ്ടയ്ക്ക്, ആനിമൽസിൻ്റെ മണ്ടയ്ക്ക് ഇന്ന് റൈഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഫീച്ചർ കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുവരുമെന്ന്. എന്നാൽ പക്ഷേ നമുക്ക് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലായിരുന്നു. എന്തായാലും ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ റൈഡിങ് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. കമൻറ്റ് അനുസരിച്ച് നമുക്കത് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് ഇങ്ങനത്തെ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ വല്ല ഐഡിയാസും വല്ലതും ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഫീച്ചർ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളും നമ്മളിപ്പോൾ 2 ഫീച്ചറും കാര്യങ്ങളും ഇപ്പം റിവീൽ ചെയ്തിട്ടുണ്ട്. ഒന്ന് ക്യാമറ ഫീച്ചറും അതുപോലെ തന്നെ ഒന്ന് കുതിരയുടെ മണ്ടയ്ക്ക് ഓടിക്കുന്ന റൈഡിങ് ഫീച്ചറും കാര്യങ്ങളും നമ്മളങ്ങനെ 2 ഫീച്ചറും കാര്യങ്ങളും നമ്മളിപ്പം റിവീൽ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങൾ റിവീൽ ചെയ്യും, പക്ഷേ അതിൽ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങൾ നമ്മുടെ ഗെയിമിലേക്ക് കൊണ്ടുവരത്തുള്ളൂ. ഒറ്റയടിക്കിന് എല്ലാം കൂടെ കൊണ്ടുവരത്തില്ലായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഒറ്റയടിക്കിന് കൊണ്ടുവന്നാൽ ഗെയിം ചിലപ്പോൾ ബഗ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കാണെങ്കിൽ കുറച്ച് പാടൊക്കെ ആയിരിക്കും. എന്തായാലും നമ്മൾ മസ്റ്റായിട്ട് ട്രൈയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ ഓരോന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വല്ല ഐഡിയാസും കാര്യങ്ങളും വല്ല ഫീച്ചേഴ്സും കാര്യങ്ങളും ആഡ് ചെയ്യാൻ വല്ല ഐഡിയ വല്ലതും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്കതും കൂടി കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് അതും കൂടെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ കൂടി സംസാരിച്ചിട്ട് നിങ്ങൾക്ക് രണ്ടുപേർ കൂടെ ഒരേ സിമിലാരിറ്റി ഐഡിയാസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഫ്രണ്ടിനും എനിക്കും ഇതേ ഒരു ഐഡിയ ആണ്, ഇത് ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ഒന്ന് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കത് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ നമുക്ക് കാറിന് കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങൾ മോഡിഫിക്കേഷൻസിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഡെവലപ്പർ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അതും കൂടെ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ
അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് അതുപോലെ തന്നെ കുറേ പേർക്ക് ട്രക്കും കാര്യങ്ങളും എടുക്കാൻ പറ്റുന്നില്ല, ലിങ്കൊന്നും വർക്കാവുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ പുതിയ രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. ലിങ്കും കാര്യങ്ങളൊക്കെ പുതിയ രീതിയിൽ സെറ്റാക്കി കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കയറി ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡൗൺലോഡ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പഴയ ട്രക്കിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയേണ്ടതാണ്. അൺഇൻസ്റ്റാൾ ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടതാണ്. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ പുതിയ ട്രക്കിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാവുള്ളൂ. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ താഴെ പുതിയ ഫയലും കാര്യങ്ങളൊക്കെ ആയിരിക്കും കിടക്കുന്നത്. ചിലപ്പോൾ പഴയ ഫയലും പുതിയ ഫയലിലൂടെ കമ്പയർ ചെയ്ത് കിടക്കുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾക്കത് ആഡ് ചെയ്യുമ്പോൾ ആഡ് ആകാത്തത്. കുറേ പേര് എനിക്ക് കമൻറ്റ് കാര്യങ്ങൾ ചെയ്തായിരുന്നു, ഈ ലിങ്കും കാര്യങ്ങൾ വർക്കാവുന്നില്ല, എന്തോ എറർ കാണിക്കുന്നു, ഫെയിൽഡ് ആവുന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് കാര്യങ്ങൾ ഇടുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ച കുറേ ഫയൽസ് കാര്യങ്ങൾ കാണുമായിരിക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്തതിന് ശേഷം പുതിയ ഫയൽസ് എല്ലാം ഞാൻ ഇവിടെ ഇടുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിലും ഞാൻ ഇട്ട് വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കയറി നിങ്ങൾക്ക് എല്ലാം കൂടി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ഫയൽ മാനേജർ വന്നിട്ട് സെലക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കേണ്ടതാണ് RGS മെനു എടുത്തിട്ട്. അപ്പോൾ എന്തായാലും വർക്കും കാര്യങ്ങളൊക്കെ ആവുന്നതായിരിക്കും. എനിക്കിവിടെ വർക്ക് ആവുന്നൊക്കെ ഉണ്ട്. ഞാൻ പഴയ ലിങ്ക് നോക്കിയപ്പോൾ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് പുതിയ ലിങ്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളും അതൊന്ന് മസ്റ്റായിട്ട് ട്രൈയും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. കമൻറ്റ് അനുസരിച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് വർക്ക് ആവുന്നുണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് അതിൻ്റെ ഒരു ബഗ്ഗും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നതായിരിക്കും. മേ ബി ബഗ്ഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരാനുള്ള കാരണമൊക്കെ. അപ്പോൾ എന്തായാലും അത് ഫിക്സ് ചെയ്യുന്നതായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ കാരണം കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ അവരുടെയും പ്രശ്നം എന്തുവാന്ന്. അപ്പം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഇപ്പോൾ ബാക്കിയുള്ളവർ ആ കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും അവരുടെ ഫോണിൻ്റെ ബഗ്ഗും കാര്യങ്ങളും ഇഷ്യൂ കൊണ്ടായിരിക്കും അതങ്ങനെ ആയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കിട്ടിയവരൊന്ന് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്യേണ്ടതാണ്. കിട്ടാത്തവരൊന്ന് എന്താണ് റീസൺ കൂടെ പറഞ്ഞൊന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കരുത്, കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതിനനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് നമുക്ക് സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റത്തുള്ളൂ. ഞാൻ എന്തായാലും ഒരു വട്ടം കൂടെ കാണിച്ചിരുന്നതാണ്. പഴയ ലിങ്ക്സും കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്തതിന് ശേഷം പുതിയ ലിങ്ക് ഡൗൺലോഡ് ചെയ്യാവുള്ളൂ. അല്ലാതെ പഴയതും പുതിയതും കൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നെ അത് രണ്ടും കൂടെ ഡിലീറ്റ് ചെയ്യരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്. പഴയത് കളഞ്ഞതിന് ശേഷം പുതിയത് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. പുതിയ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം തുങ് സഫൂറും കാര്യമാണ് ഞാൻ ആഡ് ചെയ്ത് കാണിക്കുവാണ്. അപ്പം പുതിയ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം തുങ് സഫൂറും കാര്യങ്ങളാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തത്. എന്നിട്ട് ഞാൻ അവിടെ പോയി സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഒറ്റ ഒരെണ്ണം കാണുള്ളൂ. കാരണം പഴയതെല്ലാം ഞാൻ കളഞ്ഞായിരുന്നു. പഴയത് കളഞ്ഞിട്ടാണ് പുതിയത് എടുത്തത്. അതുകൊണ്ട് തുങ് സഫൂറിനെ നമുക്കിപ്പം എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കാരണം ഒത്തിരി പേര് എന്നോട് പറഞ്ഞായിരുന്നു, ഒത്തിരി പേരുടെ കമൻറ്റ്സും കണ്ടിട്ട് ഞാൻ കണ്ടായിരുന്നു തുങ് സഫൂറിനെ കൊണ്ടുവരണം കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് നാളായിട്ട് ഞാൻ ഈ വീഡിയോസും കാര്യം ഇടാത്തതുകൊണ്ട് എനിക്ക് വലുതായിട്ട് എനിക്കൊരു ഐഡിയയും കാര്യങ്ങളില്ലായിരുന്നു എന്തുമായിരുന്നു സംഭവം എന്നൊക്കെ. പക്ഷേ ഈ ഇടയ്ക്കായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോഴാണ് കുറേ പേരുടെ കമൻറ്റ്സും കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതിനൊക്കെ ഇത്രയും വാല്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ എന്തായാലും അത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ഫീച്ചറും കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫൈറ്റ് ചെയ്യുമ്പോൾ ഫൈറ്റിൻ്റെ ഓപ്ഷനും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഗണ്ണ് കാര്യങ്ങളൊക്കെ വെടിച്ച് തന്നെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന രീതിയിലൊക്കെ ആയിരിക്കും നമുക്കിന്ന്. അപ്പോൾ ഇൻഫിനിറ്റി ഹെൽത്തും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് തന്നെ. അതുപോലെ നമുക്ക് കുറച്ച് ഗുഡ് ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് മച്ചാന്മാരെ. അപ്പം ഗുഡ് ന്യൂസും കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണ് നമ്മൾ ഒന്നേന്ന് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഒരു മൈക്കിൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയൊരു സാധനമാണ് മൈക്കിളിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറേ പേരുടെ കയ്യിലുണ്ടായിരിക്കും മൈക്കിളിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഒന്നും, പക്ഷേ കുറച്ച് പേരുടെ കയ്യിലില്ലായിരിക്കും മൈക്കിളിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ. വേറൊന്നും കൊണ്ടല്ലായിരുന്നു അത് കിട്ടായിരുന്നത്. നമുക്ക് കുറച്ച് കോപ്പിറൈറ്റ് ഇഷ്യൂസും കാര്യങ്ങളുണ്ട്. നമുക്ക് എന്തെങ്കിലും ക്യാരക്ടേഴ്സിന് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ ഓതറൈസ്ഡ് പെർമിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും നമുക്ക് ഈ ഒരു സാധനം കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ GTA 5 ആഡ് ചെയ്യാൻ ഇത്രയും ഡിലേയും കാര്യങ്ങളൊക്കെ വരുന്നത്. കാരണം GTA 5 എക്സാക്റ്റ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം അത് നമ്മുടെ കയ്യിൽ നിന്ന് റിമൂവ് ആവുന്നതായിരിക്കും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ GTA 5 കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ കുറച്ച് ഡിലേ ആയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മൈക്കിളിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ആഡ് ആകുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് റിമൂവും കാര്യങ്ങളൊക്കെ ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം നമുക്ക് അതിനോട് വഴിയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഡെവലപ്പർ കാര്യങ്ങളൊക്കെ. അപ്പം എന്തായാലും നമ്മുടെ RGS മെനു വെച്ചിട്ടായിരിക്കും നമുക്ക് ഈ പ്രാവശ്യം നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും അത് എല്ലാവർക്കും വേണമെന്നൊക്കെ ഉള്ളവരുണ്ട്, കുറേ പേർക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. മൈക്കിളിൻ്റെ ക്യാരക്ടറിന് കുറേ പേര് എന്നോട് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നേരത്തെ കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അന്നൊന്നും മൈക്കിളിൻ്റെ ക്യാരക്ടറിനെ കാര്യങ്ങളൊക്കെ ഇടാനൊക്കെ ആയിട്ടുള്ള ഒരു അവസരം കാര്യങ്ങൾ കിട്ടിയിട്ടില്ലായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഡെവലപ്പർ കാര്യങ്ങളുടെ കയ്യിൽ കിട്ടാത്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്ത. എന്തായാലും ഈ വരാൻ പോകുന്ന അപ്ഡേറ്റിലേക്ക് നമുക്ക് മൈക്കിളിൻ്റെ ക്യാരക്ടറുകളൊക്കെ ആഡ് ആക്കണമെന്നൊക്കെ ഉള്ളവരുണ്ട്. ജസ്റ്റ് ആഡ് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മൈക്കിളിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ആഡ് ആക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയ അപ്ഡേറ്റ്സിലേക്ക് കിട്ടാൻ പോകുന്നതിൻ്റെ കാരണമാണ് മൈക്കിളിൻ്റെ ക്യാരക്ടർ കാര്യങ്ങളും. അതുപോലെ തന്നെ പുതിയ കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന വീഡിയോസ് നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ GTA 5 മോഡും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് ഡേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ അപ്ഡേറ്റ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ആഡ് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള അതിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും
ഇഷ്ടമുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും വല്ല ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോസിൽ അറിയിക്കും.